ഹായ് ഓൾ, വെൽക്കം ടു PSC ബുക്ക് ഷെൽഫ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7th ക്ലാസ് SSCRT സോഷ്യൽ സയൻസിലെ 3ാമത്തെ ചാപ്റ്റർ ആണ്. ഓൾറെഡി തന്നെ നമ്മൾ 9th സ്റ്റാൻഡേർഡിലെ SSCRT സോഷ്യൽ സയൻസ് പാർട്ട് 1ഉം പാർട്ട് 2ഉം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും അത് പോയി കാണുക. അതുപോലെ തന്നെ ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ക്ലാസ്സിലേക്ക് തന്നെ കിടക്കാം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ്. ഓൾറെഡി തന്നെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. 9ാം ക്ലാസ്സിലെ ചാപ്റ്റർ ഉണ്ടായിരുന്നു ഭരണഘടന എന്ന് പറഞ്ഞ്. ആ ചാപ്റ്ററിന്റെ ഏകദേശം കണ്ടിന്യൂസ് ആയിട്ട് തന്നെ വരുന്ന ഒരു പോർഷൻസ് ആണ് ഈ 7th സ്റ്റാൻഡേർഡിലെ 3rd ചാപ്റ്ററും, ഭരണഘടന വഴിയും വഴികാട്ടിയും എന്നത്. അപ്പോൾ 9ാം ക്ലാസ്സിലെ ഭരണഘടനയുമായി റിലേറ്റഡ് ആയ ചാപ്റ്റർ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ആ ചാപ്റ്റർ കാണുക. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത് മഹാത്മാഗാന്ധിയുടെ ഒരു കോട്ട്സ് ആണ്. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രക്ഷാകർതൃത്വത്തിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുന്ന ഒരു ഭരണഘടനയ്ക്കായി ഞാൻ പരിശ്രമിക്കും. ഏറ്റവും ദരിദ്രരായ മനുഷ്യർക്ക് രാജ്യത്തെ രൂപപ്പെടുത്തുന്നതിൽ കാര്യക്ഷമമായ ശബ്ദമുണ്ടാക്കുകയും രാജ്യം അവരുടേതാണെന്ന് അവർക്ക് തോന്നുകയും ചെയ്യണം. ഉച്ചനീചത്വങ്ങളില്ലാതെ എല്ലാ സമുദായക്കാരും തികഞ്ഞ സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന ഇന്ത്യയാണ് എന്റെ പരിശ്രമം. തൊട്ടുകൂടായ്മയുടെയും ലഹരി വസ്തുക്കളുടെയും ശാപമില്ലാത്ത ഇന്ത്യ. പുരുഷന്മാരുടെ അവകാശങ്ങൾ അതേപോലെ സ്ത്രീകൾക്കും അനുഭവിക്കാനാകുന്ന ഇന്ത്യ. മഹാത്മാഗാന്ധി 1931 യങ് ഇന്ത്യ എന്ന അദ്ദേഹത്തിന്റെ ന്യൂസ് പേപ്പറിൽ എഴുതിയ കോട്ട്സ് ആണ്. ആ കോട്ട്സ് ശ്രദ്ധിച്ചോളുക. ഇപ്പൊ കോട്ട്സ് ഒക്കെ ചോദിക്കുന്നുണ്ട് ക്വസ്റ്റ്യൻസിൽ, അതുകൊണ്ട് ജസ്റ്റ് ആ കോട്ട്സ് നോക്കിക്കൊള്ളുക. ഇനി ഗാന്ധിജിക്ക് എന്തായിരുന്നു ആഗ്രഹം? നമ്മുടെ ഇന്ത്യ എങ്ങനെ വേണം, അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത്? ഗാന്ധിജിയുടെ ആഗ്രഹം എന്തൊക്കെയായിരുന്നു? ഗാന്ധിജിയുടെ ഫസ്റ്റ് ആയിരുന്നു പരമാധികാരമായ ഒരു രാജ്യമായിരിക്കണം ഇന്ത്യ എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിന് ശേഷം. അതുപോലെ തന്നെ തുല്യത ഉണ്ടായിരിക്കണം, ഇക്വാലിറ്റി എല്ലാവർക്കും ഉണ്ടായിരിക്കണം, ഒരു സാഹോദര്യമായി ഉണ്ടായിരിക്കണം, ലിംഗനീതി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഗാന്ധിജിയുടെ ആഗ്രഹമായിരുന്നു ഒരു മതനിരപേക്ഷത രാജ്യം. അതായത് ഇന്ത്യക്ക് ഒരു ഒഫീഷ്യൽ മതമൊന്നുമില്ലല്ലോ, അതേപോലെ ഒഫീഷ്യൽ മതമില്ലാതെ എല്ലാ മതത്തിനെയും അംഗീകരിക്കുന്ന ഒരു രാജ്യമായിരിക്കണം. ഇതൊക്കെയായിരുന്നു ഗാന്ധിജിയുടെ സങ്കല്പത്തിലുണ്ടായിരുന്ന ഇന്ത്യ. അതൊക്കെ തന്നെയാണ് ഭരണഘടനയിലും ഉൾപ്പെടുത്തിയിരിക്കുന്നതും. ഇദ്ദേഹത്തിന്റെ ആശയങ്ങളും ആദർശങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ നിർദ്ദേശക തത്വങ്ങളിലാണ്. അത് ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇനി ഭരണഘടന, സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്വപ്നം. ഈ ഭരണഘടനയൊക്കെ വരുന്നതിന് മുമ്പ്, അതായത് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 1ാം സ്വാതന്ത്ര്യ സമരം എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന എന്താണ്? 1857 1ാം സ്വാതന്ത്ര്യ സമരം. അതിനെപ്പറ്റിയൊക്കെ നമുക്കറിയാം. അതിനുശേഷം വന്ന മാറ്റങ്ങൾ നമുക്കറിയാം. അതുപോലെ തന്നെ ഈ 1857 സമരത്തിന് ശേഷം 1885 രൂപീകൃതമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് INC, ആ INCയുടെ മുന്നോട്ടുണ്ടായിരുന്ന ഓരോ നാഴികക്കല്ലുകളും നമ്മുടെ ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് വരുന്നതിന് എത്രമാത്രം നമ്മുടെ INC സഹായിച്ചിട്ടുണ്ട്, ഈ വക കാര്യങ്ങളൊക്കെ ഓൾറെഡി നമുക്കറിയാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന, ആ ഇന്ത്യൻ ഭരണഘടന എങ്ങനെയുള്ളതാണ്? നമ്മുടെ ഇന്ത്യൻ ഭരണഘടന സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായ സമത്വം, സാഹോദര്യം, മതസൗഹാർദ്ദം എന്നീ ആശയങ്ങളുടെ എന്നീ ആശയങ്ങൾ ഉൾക്കൊണ്ടതാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന. നമ്മുടെ നേതാക്കന്മാരും ആഗ്രഹിച്ചത് അങ്ങനെ ഒരു ഭരണഘടന തന്നെയാണ്. അതനുസരിച്ചാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുകയും അതിനുശേഷം നമ്മുടെ ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കുകയും രാജ്യം അംഗീകരിക്കുകയും ഒക്കെ ചെയ്തത്. 1946 ഡിസംബർ 6-ാം തീയതി ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭ രൂപീകരിക്കുകയും അതിനുശേഷം 1950 ജനുവരി 26-ാം തീയതി ഇന്ത്യക്ക് ഒരു നിയമസംഹിത, ഇന്ത്യക്ക് ഒരു ഭരണഘടന ലഭിക്കുകയുമാണ് ചെയ്യുന്നത്. അതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇനി എന്തൊക്കെയാണ് നമ്മുടെ ഭരണഘടനയിൽ, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന പ്രധാനമായും എന്തിനൊക്കെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകണമെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ പൗരാവകാശങ്ങൾ ഉറപ്പാക്കണം, എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകണം, സാമൂഹിക നീതി ഉറപ്പുവരുത്തണം, ജനാധിപത്യ ഭരണം ശക്തിപ്പെടുത്തണം. ഇതൊക്കെയാണ് പ്രധാനമായും നമ്മുടെ ഇന്ത്യൻ ഭരണഘടന പറയുന്ന കാര്യങ്ങൾ. ഇനി ടെക്സ്റ്റ് ബുക്കില് ഒരു ക്വസ്റ്റ്യനായി ചോദിച്ചിരിക്കുന്നതാണ്, ഒരു കുട്ടി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ്. അതായത് 47 ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. പക്ഷേ നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ റിപ്പബ്ലിക് ആയത് എന്നാണ്? 1950 ജനുവരി 26 അപ്പം അതിനിടയ്ക്ക് വന്നിരുന്ന ഒരു 2.5 വർഷ കാലയളവില്ലേ, ഈ 2.5 വർഷ കാലയളവ് നമ്മൾ ഏത് ഭരണഘടനയാണ് ഫോളോ ചെയ്തിരുന്നതെന്ന്? ശരിക്കും ഏത് ഭരണഘടനയാണ് ഈ 2.5 വർഷക്കാലം? അതായത് 46-ൽ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചു. അതിനുശേഷം റിപ്പബ്ലിക് ആവുന്നത് 50-ലാണ്.
2 വർഷവും 11 മാസവും 17 ദിവസവും എടുത്താണ് ഭരണഘടന രൂപീകൃതമായതെന്ന് നമുക്കറിയാം. ഈ ഒരു കാലയളവിൽ ഇന്ത്യ ഫോളോ ചെയ്ത ഭരണഘടന ഏതായിരുന്നു, അല്ലെങ്കിൽ ഇന്ത്യ ഫോളോ ചെയ്ത റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്തായിരുന്നു? സ്വാഭാവികമായി നമുക്കുണ്ടാകുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. വേറെ ഒന്നും ആയിരുന്നില്ല. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ, അതായത് 1935 ഇന്ത്യ ഗവൺമെന്റ് പാസ്സാക്കിയ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന അതിൽ ഉണ്ടായിരുന്ന നിയമപ്രകാരമാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നത് വരെയുള്ള 2.5 വർഷക്കാലം ഫോളോ ചെയ്തത്. ആ പറയുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടില് എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്? നമ്മുടെ ഇപ്പോഴത്തെ ഭരണ സംഹിത പോലെ തന്നെ, ഭരണഘടന പോലെ തന്നെ ആർട്ടിക്കിളുകളും ഭാഗങ്ങളും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റിന്, ഇപ്പൊ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന് കുറച്ച് ഭരണം, അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റിന്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ ഈ പറയുന്ന 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ആക്ടിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനമായും പറഞ്ഞിരുന്നത്, നമ്മുടെ ന്യൂ SSC അത് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ക്വസ്റ്റ്യൻസിൽ നമുക്ക് സ്റ്റേറ്റ്മെന്റ് രൂപത്തിലും അല്ലാതെയും ഒക്കെ പ്രതീക്ഷിക്കാവുന്ന ഒന്നാണ്. അന്നുണ്ടായിരുന്ന 321 വിഭാഗങ്ങളും അതുപോലെ തന്നെ 10 പട്ടികകളുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് എത്രയാണ് ആർട്ടിക്കിളുകൾ നമുക്കുള്ളത്? 448 ആർട്ടിക്കിളുകളും 12 പട്ടികകളുമാണ് നിലവിൽ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളത്. എന്നാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ 321 വിഭാഗങ്ങളും 10 പട്ടികകളും ഉണ്ടായിരുന്നു. ഇന്നത്തേതുപോലെ തന്നെ ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു. നമുക്ക് ഇന്നും ഉണ്ടല്ലോ അതുപോലെ തന്നെ. പിന്നെ കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായി അധികാരം വിഭജിച്ചു. ഇന്നിപ്പോ ഈ പ്രവിശ്യകളുടെ സ്ഥാനത്ത് സംസ്ഥാനങ്ങളാണെന്നുള്ള വേരിയേഷനേ ഉള്ളൂ. ഇനി കേന്ദ്രത്തിൽ ദ്വിമണ്ഡല സഭയുണ്ട്. ഇപ്പോഴും ദ്വിമണ്ഡല സഭ തന്നെയാണ് ഉള്ളത്, രാജ്യസഭയും ലോകസഭയും. പിന്നെ 6 പ്രവിശ്യകളിൽ ദ്വിമണ്ഡല സഭകൾ ഉണ്ടായിരുന്നു. നമുക്ക് ഇപ്പോഴും നിലവിൽ സംസ്ഥാനങ്ങളിൽ ദ്വിമണ്ഡല സഭയുള്ള സംസ്ഥാനങ്ങളുണ്ടല്ലോ. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന 5 പോയിന്റ്സും മസ്റ്റ് ആയിട്ടൊന്ന് വായിച്ചിരിക്കുക. അതിനകത്ത് ഈ നമ്പേഴ്സ് ഒന്ന് ഓർത്തിരിക്കുക. 321 വിഭാഗവും 10 പട്ടികകളുമായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ 6 പ്രവിശ്യകളിലായിരുന്നു ദ്വിമണ്ഡല സഭ ഉണ്ടായിരുന്നത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് എന്താണ് പ്രധാനമായും ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുന്നതിന് കാരണമായത് എന്താണ്? ക്യാബിനറ്റ് മിഷന്റെ വരവാണ്. 1946 അധികാര കൈമാറ്റം ചർച്ച ചെയ്യുന്നതിനായി ഇന്ത്യ സന്ദർശിച്ച ക്യാബിനറ്റ് മിഷന്റെ പ്രധാന നിർദ്ദേശങ്ങളിൽ ഒന്നായിരുന്നു സ്വതന്ത്ര ഇന്ത്യക്കായുള്ള ഒരു നിയമസംഹിത. ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത്. 1946 ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാകുന്നു. അങ്ങനെ ആദ്യ സമ്മേളനം എന്നാണ് നടക്കുന്നത്? ഡിസംബർ 6 രൂപീകരിക്കുന്നു. സച്ചിദാനന്ദ സിൻഹയുടെ നേതൃത്വത്തിൽ 1946 ഡിസംബർ 9 ഒന്നാം സമ്മേളനം നടക്കുന്നു. അതിനുശേഷം ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുക്കുന്നു സഭയുടെ സ്ഥിര അധ്യക്ഷനായി. അതിനുശേഷം 1946 ഡിസംബർ 13 ആ ഡേറ്റ് ഇവിടെ പറയുന്നില്ല, ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു രക്ഷിപ്രമേയം അവതരിപ്പിക്കുന്നു. ഇതിനെല്ലാം ശേഷം ഭരണഘടന അംഗീകരിച്ച് ഒപ്പുവെച്ചതെന്നാണ് 1949 നവംബർ 26 ഈ ഒരു ഡേറ്റ് മാത്രമാണ് നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. 1950 ജനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക്കായി. പക്ഷെ ആ ഡേറ്റ് ഒരിടത്തും പ്രതിപാദിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഓർത്തിരിക്കുക, ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ 1949 നവംബർ 26. ഇതിനെല്ലാത്തിനും ശേഷം 1950 ജനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക്കായി. പിന്നെ ഇതിന് എത്ര കാലാവധി നമ്മൾ ഓൾറെഡി പറഞ്ഞു. 2 വർഷവും 11 മാസവും 17 ദിവസവുമാണ് ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കുന്നതിന് വേണ്ടി എടുത്തത്. ഇനി ഇവിടെ 18 ദിവസം എന്നാണ് ഓപ്ഷൻ ഉള്ളതെങ്കിൽ 18 ദിവസം തന്നെ കൊടുത്തോളൂ. PSC ഇതിന് മുന്നേ 18 ദിവസം ആൻസർ കൊടുത്തിട്ടുണ്ട്. പക്ഷെ 17 ദിവസം ഓപ്ഷനിലുണ്ട് എങ്കിൽ മസ്റ്റ് ആയിട്ടും 17 ദിവസം കൊടുക്കുക. ഇനി ഇത് രണ്ടും കൂടി വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? അങ്ങനെ എന്തായാലും PSC കൊടുക്കില്ല. 17 ദിവസം 18 ദിവസം എന്നൊന്നും പറഞ്ഞു കൊടുക്കില്ല. പിന്നെ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രധാന ഒരു കമ്മിറ്റി ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു ഡോക്ടർ BR അംബേദ്കർ. അത് നമുക്കറിയാം. ഇഷ്ടംപോലെ കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. മൈനോറിറ്റി കമ്മിറ്റി, അങ്ങനെയൊക്കെ പറഞ്ഞ് ഇഷ്ടംപോലെ കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. അതിനൊക്കെ ഓരോ ചെയർമാൻമാരുണ്ടെന്നറിയാം. ഇപ്പൊ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ പറ്റി മാത്രമാണ് പറയുന്നത്. അതിന്റെ ചെയർമാൻ ഡോക്ടർ BR അംബേദ്കറാണ്. പിന്നെ നമ്മുടെ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്ന ഡോക്ടർ BR അംബേദ്കർ അല്ലേ. ഈ ഡോക്ടർ BR അംബേദ്കർ ഇങ്ങനെ ഒരു ഭരണഘടന നിർമ്മിക്കണമെങ്കിൽ അദ്ദേഹം ഏകദേശം 60ഓളം രാജ്യങ്ങളുടെ ഭരണഘടന പഠിച്ചിരുന്നു എന്നാണ്. അതിന്റെ ഒരു അവലോകനം അല്ലെങ്കിൽ അതിന്റെ ഒരു സൂക്ഷ്മ പരിശോധനയുടെ ഫലമായിട്ടാണ് ഇന്ന് ലോകത്തിൽ തന്നെ ഏറ്റവും എഴുതപ്പെട്ട ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയായി ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കുന്നതിന് അദ്ദേഹത്തിനെ സഹായിച്ചത്. ലോകത്തിലെ ഏറ്റവും മികച്ച ഒന്നാകണം നമ്മുടെ ഭരണഘടന എന്ന ആഗ്രഹം അത് എഴുതി തയ്യാറാക്കാൻ നിയോഗിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് ഉണ്ടായിരുന്നു.
നമ്മുടെ ഭരണഘടനയുടെ മുഖ്യശില്പിയായ ഡോക്ടർ BR അംബേദ്കർ 60ഓളം രാജ്യങ്ങളിൽ ഭരണഘടന വിശദ പഠനത്തിന് വിധേയമാക്കിയിട്ടുണ്ട്. മറ്റ് രാജ്യങ്ങളിൽ രൂപപ്പെട്ട ഭരണഘടനകളുടെ നല്ല വശങ്ങൾ നമ്മുടെ ഭരണഘടനയിലേക്ക് സ്വീകരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ഉദ്ദേശം. ഇന്ത്യക്കുള്ള വൈവിധ്യം, ചരിത്ര പാരമ്പര്യം, സംസ്കാരം തുടങ്ങിയ കാര്യങ്ങൾ കൂടി പരിഗണിച്ചാണ് വിദേശ ഭരണഘടനയിലെ ആശയങ്ങൾ സ്വീകരിച്ചത്. ഇനി ഈ ഇന്ത്യൻ ഭരണഘടന രൂപീകരിച്ചു, അതായത് 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നു. ഈ നിലവിൽ വരുന്ന സമയത്ത് നമുക്ക് 22 ഭാഗങ്ങളും 395 ആർട്ടിക്കിളുകളും 8 പട്ടികകളുമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ നിലവിൽ എത്രയാണുള്ളത്? 25 ഭാഗങ്ങളും അതുപോലെ തന്നെ 448 ആർട്ടിക്കിളുകളും 12 പട്ടികകളുമാണ് നിലവിൽ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഉള്ളത്. ഇനി നമ്മുടെ ഭരണഘടനയുടെ സവിശേഷതകൾ അവർ പോയിന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പാർലമെന്ററി ജനാധിപത്യ ഭരണം, നമുക്കറിയാം ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനാധിപത്യ ഭരണമാണ് ഇന്ത്യയിലുള്ളത്. രാജ്യത്തെ ഭരണാധികാരികളെ നിയമനിർമ്മാണ സഭ നിയന്ത്രിക്കുന്നു, അതാണ് പാർലമെന്ററി ജനാധിപത്യം എന്ന് പറയുന്നത്. ജനങ്ങളുടെ പരമാധികാരം ഓൾറെഡി നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മുടെ രാജ്യത്തിന്റെ പരമാധികാരികൾ എന്ന് പറയുന്ന ആരാണ്? ജനങ്ങളാണ് പരമാധികാരികൾ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് മൗലിക അവകാശങ്ങളുമുണ്ട്, അതുപോലെ തന്നെ മൗലിക കടമകളുമുണ്ട്. ഈ മൗലികാവകാശം ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട ചില അടിസ്ഥാന അവകാശങ്ങളാണ്. എന്നാൽ നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ മൗലിക കടമകൾ എന്താണ്? ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങളാണ്. അതുപോലെ തന്നെ മാർഗനിർദ്ദേശക തത്വങ്ങളുണ്ട്. സാമൂഹ്യ സാമ്പത്തിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായി രാഷ്ട്രത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളാണ്. നിയമവാഴ്ച, എല്ലാ പൗരനും നിയമത്തിന് വിധേയരാണ്, ആരും നിയമത്തിൽ അധീതരല്ല, അതാണ് നിയമവാഴ്ചയുള്ളത്. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം, ഏതാണ്? ആർട്ടിക്കിൾ 326 പറയുന്ന സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. ഇനി സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ, അത് നമുക്കറിയാം. നമ്മുടെ പരമോന്നത കോടതി, സുപ്രീം കോടതിയും സംസ്ഥാനങ്ങളിൽ ഹൈക്കോടതിയുമാണ്. അത് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ ഒരു നീതിന്യായ വ്യവസ്ഥയുമാണ് ഉള്ളതെന്നുള്ള കാര്യം. പിന്നെ നമുക്ക് നിർദ്ദേശക തത്വങ്ങൾ അഥവാ മാർഗനിർദ്ദേശക തത്വങ്ങളും ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നമുക്ക് കോടതിയിൽ ചെന്നാൽ അതായത് നിയമ സാധ്യതയുള്ളതാണ്. അതേസമയം നിർദ്ദേശക തത്വങ്ങൾ അതിന് നമുക്ക് കോടതിയിൽ പോയിട്ട് കാര്യമൊന്നുമില്ല, കിട്ടിയ ഓക്കെ, അത്രയേ ഉള്ളൂ. അതാണ് അത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമുക്കൊരു ഫെഡറലിസം ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരുപാട് വട്ടം നമ്മൾ ഡിസ്കസ് ചെയ്താണ് എന്താണ് ഫെഡറലിസം എന്നുള്ളത്. അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും വിഭജിക്കുന്ന സംവിധാനം. ഇനി അതിനെപ്പറ്റി ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും പറഞ്ഞ് പോറടിപ്പിക്കുന്നില്ല. അതായത് കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും വേണ്ട അധികാരങ്ങൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. അടുത്ത ഏകപൗരത്വം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാജ്യം എപ്പോഴും സിംഗിൾ സിറ്റിസൺഷിപ്പ് മാത്രമാണ് അംഗീകരിക്കുന്നുള്ളൂ. രാജ്യത്ത് ഒരൊറ്റ പൗരത്വമേ ഉള്ളൂ. സംസ്ഥാനങ്ങൾക്കായി പ്രത്യേക പൗരത്വമില്ല. അത് അറിഞ്ഞിരിക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക പൗരത്വം ഉണ്ടെന്ന്. അങ്ങനെയൊന്നുമില്ല, നമുക്ക് എല്ലാവർക്കും ഇന്ത്യൻ പൗരത്വം എന്നല്ല, കേരള പൗരത്വം എന്ന് ആരെങ്കിലും പറയാറുണ്ട്? ഇല്ല, നമുക്ക് ഇന്ത്യൻ പൗരത്വം മാത്രമേ ഉള്ളൂ. ഇനി ഇവിടെ ഒരു ബോക്സ് നൽകിയിട്ടുണ്ട്. അതിനകത്ത് ട്രൂ ഓർ ഫോൾസ് ഏതൊക്കെയാണെന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ്, സർക്കാരുകളുടെ കീഴിലാണ് നമ്മുടെ കോടതികൾ പ്രവർത്തിക്കുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞതുള്ളൂ സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥയാണ് നമുക്കുള്ളത്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അടുത്ത, സംസ്ഥാന സർക്കാരുകൾക്ക് മാത്രമായി ചില അധികാരങ്ങളുണ്ട്. യെസ്, അധികാരങ്ങളുണ്ട്. നമ്മളൊരു ഫെഡറൽ സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാനങ്ങൾക്കും സെൻട്രൽ ഗവൺമെന്റിനും അവർക്ക് അവരുടേതായ അധികാരങ്ങളുണ്ട്, കൂട്ടധികാരങ്ങളും ഉണ്ട്. അടുത്തത്, 18 വയസ്സ് തികഞ്ഞ എല്ലാ പൗരന്മാർക്കും വോട്ടവകാശമുണ്ട്. അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇന്ത്യൻ പൗരത്വമുള്ള 18 വയസ്സ് തികഞ്ഞ എല്ലാ പൗരന്മാർക്കും വോട്ടവകാശമുണ്ട്. ആരും നിയമത്തിന് അതീതരല്ല. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. അതല്ല നമ്മുടെ ആർട്ടിക്കിൾ നമ്പർ 14 പറയുന്നത്. അത് ശരിയായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതിനുശേഷം, ഇന്ത്യയിലുള്ള ഒരാൾക്ക് ദേശീയ പൗരത്വത്തിന് പുറമെ സംസ്ഥാന പൗരത്വം കൂടി ഉണ്ടാകും. ഇപ്പൊ നമ്മൾ വായിച്ചതേ ഉള്ളൂ, നമുക്ക് ഒറ്റ പൗരത്വേ ഉള്ളൂ, ഇന്ത്യൻ പൗരത്വം എന്ന് പറയുന്നത് മാത്രം. ജനാധിപത്യത്തിന് ജനങ്ങളാണ് പരമാധികാരികൾ. അത് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അവകാശങ്ങൾ ഉള്ളതുപോലെ നമുക്ക് കടമകളുമുണ്ട്. അതായത് നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉള്ളതുപോലെ തന്നെ ഡ്യൂട്ടീസും ഉണ്ട്. നമ്മുടെ ഭരണാധികാരികൾക്ക് മേൽ ആർക്കും നിയന്ത്രണമില്ല. അത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. തീർച്ചയായിട്ടും നമ്മുടെ ഭരണാധികാരികൾ എന്ന് പറയുന്നത് നമ്മളെ ഭരിക്കാനുള്ളതാണ് എങ്കിലും അവര് ഒരിക്കലും നമ്മുടെ ഭരണാധികാരികളെ ആരും നിയന്ത്രിക്കാതെയല്ല. അങ്ങനെയാണെങ്കിൽ അതൊരു സ്വേച്ഛാധിപത്യ ഭരണത്തിലേക്ക് പോകില്ലേ? അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി, നിയമത്തിന്റെ വ്യവസ്ഥ എന്ന നിലയിലും സ്രോതസ് എന്ന നിലയിലും പരമോന്നത സ്ഥാനം ഭരണഘടനയ്ക്ക് ഉണ്ട്. ഭരണഘടനയില് എന്തൊക്കെ കുറെ നിയമങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് വനം വന്യജീവി സംരക്ഷണ നിയമം, ദേശീയ സുരക്ഷാ നിയമം, ബാലവേല നിരോധന നിയമം, ദുരന്ത നിവാരണ നിയമം, ഭക്ഷ്യസുരക്ഷാ നിയമം, ഭൂപരിഷ്കരണ നിയമം, വിവരാവകാശ നിയമം, അങ്ങനെ കുറെ നിയമങ്ങൾ പറയുന്നുണ്ട്. ഇതിനകത്ത് പ്രധാനമായിട്ടും കുട്ടികളുമായി റിലേറ്റഡ് ആയ നിയമങ്ങൾ ഏതൊക്കെയാണെന്ന് ടെക്സ്റ്റ് ബുക്കിൽ ഒന്ന് എടുത്ത് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കാം. ബാലവേല നിരോധന നിയമം, ബാലനീതി നിയമം, അതുപോലെ തന്നെ ഉള്ള ഒന്നാണ് വിദ്യാഭ്യാസ അവകാശ നിയമം.
ഇനി ഈ ബാലവേല നിരോധന നിയമം എന്ന് പറയുമ്പോൾ നമ്മൾ ആർട്ടിക്കിൾ നമ്പർ 24 ബാലവേല നിരോധനത്തിനെ പറ്റി പറയുന്നത്. ഇപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ബാക്കി കുട്ടികളുമായി ബന്ധപ്പെട്ട ഓൾമോസ്റ്റ് എല്ലാ നിയമങ്ങളിലും 18 വയസ്സിൽ താഴെയുള്ളതാണ് കുട്ടി എന്ന് പരിഗണിക്കുന്നത്. പക്ഷേ ബാലവേല നിരോധന നിയമത്തിൽ മാത്രം കുട്ടിയായി പരിഗണിക്കുന്നത് 14 വയസ്സിൽ താഴെയുള്ളവരാണ്. ഇത് ഓർത്തിരിക്കാൻ ബാല 4 എന്നങ്ങ് ഓർത്താൽ മതി. ബാലവേല നിരോധന നിയമം 14 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണ് കുട്ടി എന്ന് പരിഗണിക്കുന്നത്, 18 വയസ്സല്ല എന്ന് ഓർത്തിരിക്കുക. പിന്നെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് പോക്സോ ആക്ട്. പോക്സോ ആക്ട് എന്ന് പറയുമ്പോൾ 2012 പോക്സോ ആക്ട്, അത് പോക്സോ ആക്ട് ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള ആക്ടാണ്. ഇവിടെ ജസ്റ്റ് ഒരു മിനിറ്റ്, നമുക്ക് പ്രത്യേകമായിട്ടാണ് നമ്മുടെ സിലബസിൽ ആക്ടുകളെ പറ്റി പറയുന്നുണ്ട്. നമ്മൾ ആക്ടുകളെ പറ്റി പഠിക്കുമ്പോൾ എല്ലാവരും ഫസ്റ്റ് തന്നെ ഒഫീഷ്യൽ സൈറ്റിൽ കയറിയിട്ട് ഈ ആക്ട് ഡൗൺലോഡ് ചെയ്യുക. ഇതിന്റെ മലയാള പരിഭാഷയും നമുക്ക് അവൈലബിൾ ആണ്. ആ പോക്സോ ആക്ട് ആണെങ്കിലും അതുപോലെ തന്നെ ഗാർഹിക പീഡനം, സ്ത്രീധന നിരോധനം, ഈ പറയുന്ന എല്ലാ ആക്ടുകളും നമ്മൾ നോക്കുമ്പോൾ അവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് തന്നെ ഡയറക്റ്റ് അത് ഡൗൺലോഡ് ചെയ്തതിനു ശേഷം പഠിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. നമുക്കത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. നമ്മളൊരു റാങ്ക് ഫയൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് കഴിയുമ്പോൾ പലപ്പോഴും പല പോയിന്റ്സും കിട്ടില്ല. ഫോർ എക്സാമ്പിൾ, കഴിഞ്ഞ ദിവസം നടന്ന സെക്രട്ടേറിയറ്റ് OA ക്വസ്റ്റ്യൻ പേപ്പറിൽ പോക്സോ ആക്ട് ഉണ്ടായിരുന്നു. പോക്സോ ആക്ടിൽ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരുന്നത്. അതിനകത്ത് എല്ലാവർക്കും അറിയാവുന്നതാണ്, സബ് ഇൻസ്പെക്ടർ ലെവലിലുള്ള ഒരാളായിരിക്കണം കേസ് അന്വേഷിക്കുന്നത്, ഒരിക്കലും യൂണിഫോമിൽ പാടില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാ റാങ്ക് ഫയലിലും ഉണ്ട്. പക്ഷെ അതിനകത്ത് തെറ്റായ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു, രാത്രിയോ പകലും കുട്ടിയെ പോലീസ് സ്റ്റേഷനിൽ തടഞ്ഞു വെക്കാമെന്ന്. ആ സ്റ്റേറ്റ്മെന്റ് ഞാൻ ഇതുവരെയും ഒരു റാങ്ക് ഫയലിലും കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ എല്ലാവരോടും ആവശ്യപ്പെടുന്നത് നമ്മൾ ഡയറക്റ്റ് സൈറ്റിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്ത് പഠിക്കാൻ പറയുന്നത്. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ കറക്റ്റ് ആയിട്ട് തന്നിരുന്ന ആ സെന്റൻസ് തന്നെ നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും കിടപ്പുണ്ട്. പകലും മാത്രമേ കുട്ടിയെ സ്റ്റേഷനിൽ നിർത്താൻ പറ്റുള്ളൂ, രാത്രി കുട്ടിയെ ഒരു കാരണവശാലും നിർത്താൻ പറ്റില്ല എന്നുള്ള കാര്യം അത് കറക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ സൈറ്റിൽ കിടപ്പുണ്ട്. പക്ഷെ മറ്റൊരു സോഴ്സിലും ഞാൻ ഇതുവരെയും അത് കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും എല്ലാ ആക്ട്സും പഠിക്കുമ്പോൾ ജസ്റ്റ് സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് മലയാള പരിഭാഷ നമുക്ക് അവൈലബിൾ ആണ്, അത് വെച്ചിട്ടൊന്ന് പഠിക്കാൻ എല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് തന്നെ കടക്കാം. ഇപ്പൊ ടെക്സ്റ്റിൽ പോക്സോ ആക്ടിനെ പറ്റി പറയുന്നുണ്ട്. പോക്സോ ആക്ട് 2012 18 വയസ്സിന് താഴെയുള്ള ഏതൊരാളെയും കുട്ടിയായി നിയമം പരിഗണിക്കുന്നു. ഇപ്പൊ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ, ബാലവേല നിരോധനത്തിൽ മാത്രമാണ് 14 വയസ്സ്. പോക്സോ ആക്ടിലൊക്കെ 18 വയസ്സ് തന്നെയാണുള്ളത്. ഈ നിയമം കൊണ്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഭയരഹിതമായും സുരക്ഷിതമായും സമൂഹത്തിൽ ജീവിക്കുവാൻ ഓരോ കുട്ടിക്കും അവകാശമുണ്ട്. അസ്വസ്ഥത ഉളവാക്കുന്നതും സുരക്ഷിതമല്ലാത്തതുമായ സ്പർശനം, നോട്ടം, പ്രവൃത്തി മുതലായവ ഏത് വ്യക്തിയിൽ നിന്നുണ്ടായാലും അവ തിരിച്ചറിയുവാൻ കഴിയണം. ഇത്തരം പ്രവൃത്തികളോട് അരുത് എന്ന് പറയാനും അകറ്റി നിർത്താനും അധികാരികളോട് പരാതിപ്പെടാനും ശ്രദ്ധ പുലർത്തണം. ലൈംഗികാതിക്രമ കേസുകൾ ഉണ്ടായാൽ അവ റിപ്പോർട്ട് ചെയ്യേണ്ടത് വകുപ്പ് 19 പ്രകാരം സ്പെഷ്യൽ ജുവനിയൽ പോലീസ് യൂണിറ്റോ ലോക്കൽ പോലീസോ, പ്രത്യേകം ശ്രദ്ധിക്കുക, ആർക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്? സ്പെഷ്യൽ ജുവനിയൽ പോലീസ് യൂണിറ്റോ ലോക്കൽ പോലീസോ ആണെന്ന നിയമത്തിൽ വിവരിക്കുന്നു. പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ എന്നറിയപ്പെടുന്നു. കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ പോക്സോ നിയമത്തിൽ 44 വകുപ്പ് പ്രകാരം നിരീക്ഷണ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഇപ്പം ടെക്സ്റ്റ് ബുക്കിൽ പ്രത്യേകിച്ചൊന്നും പോക്സോ ആക്ടിനെ പറ്റി പറയുന്നില്ല, ആകെ ജസ്റ്റ് ഈ ഒരു പോയിന്റ് എന്തായാലും നമ്മൾ നോക്കിയിരിക്കും. ആർക്കാണ് റിപ്പോർട്ട് ചെയ്യുന്നത്? സ്പെഷ്യൽ ജുവനിയൽ പോലീസ് യൂണിറ്റ് ലോക്കൽ പോലീസോ ആണ് എന്ന് നിയമത്തിൽ പ്രത്യേകമായി വിവരിക്കുന്നുണ്ട്. മസ്റ്റായിട്ടും എല്ലാവരും എല്ലാ നിയമങ്ങളും നോക്കിയിട്ട് പോവുക. നമ്മൾ SSCRT ചാപ്റ്ററുകളുടെ ക്ലാസ്സുകൾ കംപ്ലീറ്റ് ചെയ്ത് അടുത്ത് തുടങ്ങാൻ പോകുന്ന തീർച്ചയായും ഈ നിയമങ്ങൾ തന്നെയായിരിക്കും. ഈ നിയമങ്ങൾ ഡയറക്റ്റ് നമ്മൾ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് അതിന്റെ PDF വെച്ചിട്ടായിരിക്കും ക്ലാസ്സുകൾ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തായിട്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന ഭരണഘടനയുടെ ധർമ്മങ്ങളെ പറ്റിയാണ്. ഭരണഘടനയുടെ ധർമ്മങ്ങൾ, ഇവിടെ 7 പോയിന്റ്സ് തന്നിട്ടുണ്ട്. നമുക്ക് അറിയാവുന്ന ധർമ്മങ്ങൾ തന്നെയാണ്, എന്നാലും ജസ്റ്റ് ഒന്ന് വായിച്ചിരിക്കുക. ഇപ്പോഴത്തെ സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യനിൽ ആണെന്നുള്ളതിന് അല്ല എന്നും അല്ല എന്നുള്ളതിന് ആണ് എന്നും എഴുതി വെക്കും. നമ്മുടെ ശ്രദ്ധക്കുറവിൽ തന്നെ പലപ്പോഴും നമുക്ക് നെഗറ്റീവ് അടിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഈ പോയിന്റ്സ് ഒന്ന് വായിച്ചിട്ട് പോകാം. പൗരരുടെ അവകാശങ്ങളും കടമകളും സ്ഥാപിക്കുന്നു. ഫസ്റ്റ് പോയിന്റ് കറക്റ്റ് ആണ്. ഗവൺമെന്റിന്റെ അധികാരങ്ങളും പരിമിതികളും വ്യക്തമാക്കുന്നു. രാജ്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളും ആദർശങ്ങളും നിർവചിക്കുന്നു. സ്വേച്ഛാധിപത്യത്തിനും അധികാര ദുർവിനിയോഗത്തിനും എതിരായ സംരക്ഷണ കവചമായി വർദ്ധിക്കുന്നു. രാജ്യത്തിന് ദിശാബോധം നൽകുന്ന അടിസ്ഥാന രേഖയായി നിലകൊള്ളുന്നു. രാജ്യത്തെ എല്ലാ ഭരണ സംവിധാനങ്ങളും ഭരണഘടനയ്ക്ക് വിധേയമായാണ് പ്രവർത്തിക്കുന്നത് എന്നുറപ്പുവരുത്തുന്നു. നാനാത്വത്തിൽ ഏകത്വം സംരക്ഷിക്കുന്നു. ഇത്രയുമാണ് പ്രധാനമായി നമ്മുടെ ഭരണഘടനയുടെ ധർമ്മങ്ങളായിട്ട് പറയുന്നത്. ഇനി
നമ്മുടെ ഭരണഘടനയുടെ പ്രധാന അമെന്റ്മെന്റ്സിനെ പറ്റി പറയുന്നുണ്ട്. നമ്മുടെ സിലബസിൽ ഓൾറെഡി തന്നെ ഡിഗ്രി ലെവൽ ആയാലും അതുപോലെ തന്നെ 10th ലെവൽ ആയാലും കുറച്ച് ഭരണഘടന അമെന്റ്മെന്റ്സ് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. ആ അമെന്റ്മെന്റ്സ് മസ്റ്റായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കുക. ഏറെക്കുറെ അവിടെ തന്നിരിക്കുന്ന അമെന്റ്മെന്റ്സ് ആണ് ടെക്സ്റ്റ് ബുക്കിലും പറഞ്ഞിരിക്കുന്നത്. എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു. അതിനുശേഷം നമുക്ക് നടന്ന ആദ്യ ഭേദഗതി ഏതാണ്? 1951 ഒന്നാമത്തെ ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് നമ്മുടെ പട്ടികയിൽ ഒൻപതാം പട്ടിക കൂട്ടിച്ചേർത്തു എന്നുള്ളതാണ്. അതായത് പട്ടികകളുടെ 9 മാറി. എന്തായിരുന്നു 9ാം പട്ടികയിൽ കൂട്ടിച്ചേർത്തത്? കൂറുമാറ്റ നിരോധന നിയമമാണ് 9ാം പട്ടികയിൽ കൂട്ടിച്ചേർത്തത് 1951. ഇയർ മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കാം. അടുത്ത നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഭരണഘടനാ ഭേദഗതിയാണ്, അല്ലെങ്കിൽ ഇന്ത്യയിലെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന തന്നെയാണ് ഭേദഗതി 42 പറയുന്നത്. 1976 അതായത് നമ്മുടെ ആമുഖത്തില് മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത അഥവാ സോഷ്യലിസം, സെക്യുലാരിറ്റി, ഇന്റഗ്രിറ്റി, മലയാളവും ഇംഗ്ലീഷും അറിഞ്ഞിരിക്കുക. ഇത് മലയാളത്തിലും ചോദിക്കാറുണ്ട്. അന്ന് മംഗ്ലീഷ് രൂപത്തിൽ ഈ ഇംഗ്ലീഷിന്റെ വേർഡ്സ് ഡയറക്റ്റ് നമ്മുടെ മലയാള ലെറ്റർ വെച്ചിട്ടും ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഇംഗ്ലീഷും മലയാളവും അറിഞ്ഞിരിക്കുക. മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നിവ കൂട്ടിച്ചേർത്തു. ഏതാണ്? 1976 42ാം ഭരണഘടനാ ഭേദഗതി. ഈ സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി ആയിരുന്നു. ഈ സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും നമ്മുടെ രാഷ്ട്രപതി ആരായിരുന്നു? ഫക്രുദ്ദീൻ അലി അഹമ്മദും ആയിരുന്നു. ഇനി ഭേദഗതി 44 എന്താണ് പറയുന്നത്? 1978 ഭരണഘടന ഭേദഗതി 44, അതായത് മൊറാർജി ദേശായി ഗവൺമെന്റിന്റെ സമയത്ത് ആയിരുന്നു. സ്വത്തവകാശം എന്ന് പറയുന്ന മൗലികാവകാശം അല്ലാതെയായി. അതായത് അതുവരെയും സ്വത്തവകാശം എന്ന് പറയുന്ന മൗലികാവകാശമായിരുന്നു. മൊറാർജി ദേശായി ഗവൺമെന്റിന്റെ കടന്നുവരവോടുകൂടി 1978 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്വത്തവകാശം എന്ന് പറയുന്ന ഒരു മൗലികാവകാശം അല്ലാതെ മാറി. അടുത്തത് ഭേദഗതി 73, 74. അത് പഞ്ചായത്തി രാജും നഗരപരിപാലനവുമായിരുന്നു. 92 ആ ഭേദഗതി നടന്നത്. പിന്നെ വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭേദഗതിയാണ് ഭരണഘടനാ ഭേദഗതി 86 എന്ന് പറയുന്നത് 2002, അതായത് വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി മാറ്റി ആർട്ടിക്കിൾ 21A ആഡ് ചെയ്തു. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കറണ്ട് അഫയേഴ്സ് എന്ന് പറയാൻ പറ്റില്ല. 101ാം ഭരണഘടനാ ഭേദഗതി 2016 GST, അതായത് ചരക്ക് സേവന നികുതി 2017 ജൂലൈ മാസം 1ാം തീയതി തൊട്ട് നിലവിൽ വന്നു. ഇനി ടെക്സ്റ്റ് ബുക്ക് ചോദിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്, ഏറ്റവും അവസാനമായി നടന്ന ഭരണഘടനാ ഭേദഗതി ഏതാണെന്ന്. നമുക്ക് 106 ഇപ്പോൾ നിലവിൽ ഈ ക്ലാസ് എടുക്കുമ്പോൾ 106ാം ഭരണഘടനാ ഭേദഗതിയാണ് നിലവിൽ അവസാനമായി നടന്നത്. അത് രാഷ്ട്രപതി ഒപ്പുവെച്ചത് സെപ്റ്റംബർ മാസം 28ാം തീയതി 2023. എല്ലാവർക്കും അറിയാവുന്നതാണ്. 106ാം ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് നമ്മുടെ വനിതാ ബില്ലാണ്. ഈ വനിതാ ബില്ലിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഫസ്റ്റ് കാര്യം, നമ്മുടെ പുതിയ പാർലമെന്റ് കെട്ടിടത്തിൽ ആദ്യം അവതരിപ്പിച്ച ബില്ല് ആണ് വനിതാ ബില്ല്. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമു സൈൻ ചെയ്ത ആദ്യ ബില്ലാണ് വനിതാ ബില്ല്. എന്താണ് ഈ വനിതാ ബില്ലിൽ ശരിക്കും പറയുന്നത്? നമ്മൾ വിട്ടുപോയല്ലോ. വനിതാ ബില്ലിൽ പറയുന്നത് സംസ്ഥാന നിയമസഭകളിലേക്കും ലോകസഭകളിലേക്കും 33% സംവരണം സ്ത്രീകൾക്ക് നൽകുക. അതാണ് വനിതാ ബില്ലിൽ പറയുന്നത്. ഇനി ഇവര് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, അതെന്താണെന്ന് നമുക്ക് നോക്കാം. 1976 ഏതെല്ലാം ആശയങ്ങൾ ഭരണഘടനയിൽ പുതുതായി കൂട്ടിച്ചേർത്ത്? ഇപ്പൊ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ, സോഷ്യലിസം, സെക്യുലാരിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി. സോഷ്യലിസം, സെക്യുലാരിറ്റി, ഇന്റഗ്രിറ്റി. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന വർഷം 1950 ജനുവരി 26. ഭരണഘടനയിൽ ആദ്യമായി വരുത്തിയ മാറ്റം ഏതു വർഷം? 1951 1ാം ഭരണഘടനാ ഭേദഗതി, അതായത് നമ്മൾ 9ാം പട്ടിക കൂട്ടിച്ചേർത്തു. അതാണ് ആദ്യമായി നമ്മൾ മാറ്റം വരുത്തിയത്. ഇനി രാജ്യത്തെ സ്വത്തവകാശം എത്ര കാലം മൗലികാവകാശമായി നിലനിന്നു? 50 റിപ്പബ്ലിക്കായി, പക്ഷെ 78 മാറ്റിയത്, അതായത് 28 വർഷക്കാലം. ഓക്കെ. വിദ്യാഭ്യാസം ഇന്ത്യയിൽ മൗലികാവകാശം ആണോ? എന്ന് മുതൽ മൗലികാവകാശമാണോ? നിലവിൽ വിദ്യാഭ്യാസം മൗലികാവകാശമാണ്. 86ാം ഭരണഘടനാ ഭേദഗതി 2002 പ്രകാരം 21A കൂട്ടിച്ചേർത്തു. ഇനി ഇതുവരെ എത്ര തവണ ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതി ചെയ്തിട്ടുണ്ട്? ഇതിന്റെ ആൻസർ ഞാൻ പറയുന്നില്ല, എല്ലാവരും കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യണം. ഇതുവരെ എത്ര തവണ ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്തിട്ടുണ്ട്? ഞാൻ ക്ലാസ്സിൽ ഓൾറെഡി പറഞ്ഞു, ഇപ്പൊ ഇവിടെ പറയുന്നില്ല എന്നാണ് ഉദ്ദേശിച്ചത്. എല്ലാവരും കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാൻ നോക്കുക. ഓക്കെ. ഇപ്പൊ നമ്മൾ അമെന്റ്മെന്റ്സിനെ പറ്റിയൊക്കെ പറഞ്ഞു. നമ്മുടെ ആർട്ടിക്കിൾ, ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ഇന്ത്യൻ ഭരണഘടന അമെന്റ്മെന്റ് ചെയ്യുന്നത്? ആർട്ടിക്കിൾ 368 പ്രകാരമാണ് ഇന്ത്യൻ ഭരണഘടന അമെന്റ്മെന്റ് ചെയ്യുന്നത്. നമ്മൾ ഈ ഇന്ത്യൻ ഭരണഘടനയുടെ അമെന്റ്മെന്റ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഭരണഘടനയുടെ അമെന്റ്മെന്റ് എന്ന് പറയുന്ന ആശയം എവിടെ നിന്നുമാണ് കടമെടുത്തിരിക്കുന്നത്? സൗത്ത് ആഫ്രിക്കയിൽ നിന്നുമാണ് നമ്മൾ കടമെടുത്തിരിക്കുന്നത്.
ഇനി കുറച്ച് കേസുകളൊക്കെ നടന്നിട്ടുണ്ട്. അതായത് ഇന്ത്യൻ ഭരണഘടന അമെന്മെന്റ് ഒക്കെ നടത്താം, പക്ഷെ ഒരിക്കലും ഭരണഘടനയുടെ അടിത്തറ ഇളക്കരുത് എന്ന് സുപ്രീം കോടതി വിധിയുണ്ട്. 1973 കാസർഗോഡ് എടനീർ മഠത്തിൽ അധിപനായിരുന്ന കേശവാനന്ദ ഭാരതി കേരള സർക്കാരിനെതിരെ നൽകിയ കേസിലായിരുന്നു ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ യാതൊരു മാറ്റവും വരുത്താൻ പാടില്ല എന്ന് സുപ്രീം കോടതി വിധിച്ചത്. അതോടൊപ്പം തന്നെ നമുക്ക് 3 കേസുകളാണ് പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. 1960 ബെറി കേസുകൾ, അതായത് നമ്മൾ വേറെ കേസ് നമ്മൾ ഓർത്താൽ മതി. ഭരണഘടനയുടെ ഭാഗമല്ല ആമുഖം എന്ന് പറഞ്ഞു. എന്നാൽ 73 കേശവാനന്ദ ഭാരതി കേസിൽ പറഞ്ഞു ഭരണഘടനയുടെ ഭാഗമാണ് ആമുഖം എന്ന് പറഞ്ഞു. അത് 1995 LIC ഓഫ് ഇന്ത്യ കേസിൽ കുറച്ചും കൂടി ഊട്ടി ഉറപ്പിച്ചിട്ട് പറഞ്ഞു മസ്റ്റായിട്ടും ആമുഖം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണെന്ന് പറഞ്ഞു. ഈ 3 കേസും ഒന്ന് ഓർത്തിരിക്കുക. ഒരു കാര്യമേ ടെക്സ്റ്റ് ബുക്കിലുള്ളൂ, ബാക്കി 2 കേസും കൂടെ ഒന്ന് ഓർത്തിരിക്കാം. പിന്നെ വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി ഓൾറെഡി പറഞ്ഞു. 2002 86 ഭരണഘടനാ ഭേദഗതിയിലൂടെ ആർട്ടിക്കിൾ 21A വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റി. ഇതും നമ്മൾ ഓൾറെഡി പറഞ്ഞു. 1976 42 ഭേദഗതി എന്ന് പറയുന്ന ചെറു ഭരണഘടന എന്ന പേരിലാണ് നമ്മൾ അറിയപ്പെടുന്നത്. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പേരിലാണ്. മതേതരത്വ, സോഷ്യലിസ, അഖണ്ഡത ഇത്രയും വേർഡുകൾ നമ്മൾ കൂട്ടിച്ചേർത്തു. ഈ ഭേദഗതിയെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നു. ഇത്രയുമാണ് നമുക്ക് ഭരണഘടനയിലെ പ്രധാനമായിട്ടും ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ലാസ്റ്റ് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ കുറച്ച് നിയമങ്ങളൊക്കെ രാജ്യത്ത് നടപ്പാക്കിയിട്ടുണ്ട്. ഇനിയും അതൊന്നും യാഥാർത്ഥ്യമാകാത്ത പല കാര്യങ്ങളുമുണ്ട്. ഒന്നാണ് ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കി നമ്മൾ, പക്ഷെ അത് അത്ര പ്രാക്ടിക്കലി നോക്കി കഴിയുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സ്ത്രീധന നിരോധന നിയമം പറയാതെ തന്നെ അറിയാം. സ്ത്രീധന നിരോധന നിയമം നമ്മൾ സംയുക്ത സമ്മേളനത്തോടു കൂടി 1961 പാസ്സാക്കുകയൊക്കെ ചെയ്തു. പക്ഷെ സ്ത്രീധന നിരോധന നിയമം കടലാസിൽ തന്നെയല്ലേ, ഇപ്പോഴും സ്ത്രീധനം കൊടുക്കുന്നുണ്ട്, എല്ലാവരും വാങ്ങുന്നുമുണ്ട്. അതൊരു കാര്യം. പിന്നെ മദ്യവിപത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ നിയമങ്ങളൊക്കെ പാസ്സാക്കി മദ്യം യൂസ് ചെയ്യുന്ന കാര്യത്തിനൊക്കെ ഒത്തിരി റെസ്ട്രിക്ഷൻസ് യൂസ് ചെയ്യാൻ പാടില്ല അങ്ങനെയാണെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോഴും അതൊക്കെ വെറും പേപ്പറിൽ മാത്രമാണ്. പിന്നെ ബാലാവകാശ നിയമങ്ങൾ കർശനമാക്കണമെന്ന് ആവശ്യം. ആക്ച്വലി നല്ല രീതിയിൽ തന്നെ നമുക്ക് ബാലാവകാശ നിയമങ്ങളുണ്ട്, പോക്സോ ആക്ട്, അങ്ങനെ കുറെ ആക്ടുകളുണ്ട്. ഇപ്പൊ തന്നെ പ്രസന്റ് ന്യൂസ് പേപ്പറിലെ ഒരു അവസ്ഥയാണ് ആലുവയിലെ കുട്ടിയുടെ അവസ്ഥ. കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. ബാലാവകാശ നിയമങ്ങളൊക്കെ കർശനമാണ്, എന്നാലും ഒരുപാട് പോരായ്മകളുണ്ട്. ഇപ്പോഴും ഇഷ്ടംപോലെ കുറ്റകൃത്യങ്ങൾ നടക്കുന്നുമുണ്ട്. അപ്പം നമുക്കൊരു നിയമസംഹിതയുണ്ട്. ആ നിയമസംഹിതയുടെ ബേസിലാണ് നമ്മുടെ രാജ്യം പോകുന്നത്. ഇന്ത്യ എന്ന് പറയുന്നത് പരമാധികാര, സ്ഥിതിസമത്വ, മതനിരപേക്ഷത, ജനാധിപത്യ റിപ്പബ്ലിക് ആയിട്ടാണ് വർത്തിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് മെയിൻ ആയിട്ട് നോക്കാനുള്ളത്. അപ്പൊ ഈ ചാപ്റ്ററിന്റെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു ക്ലാസ്സുമായി വരുന്നത് വരെ ഓക്കെ, ബൈ, സീ യു അഗൈൻ.